എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടു അല്ലേ? കുവൈറ്റിൽ ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം കുത്തി മരിച്ചു എന്നാണ് നമ്മളൊക്കെ ആദ്യം കേട്ടത്. അതിനുശേഷം പോലീസ് അതിൻ്റെ കൺഫർമേഷൻ തന്നു. ആ ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം അവൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് അവർ പുറത്തുവിട്ടു. അപ്പോൾ ഇവിടെ ആ ഭർത്താവ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഭാര്യയുടെ കയ്യിൽ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം ആ ഭാര്യയുടെ കയ്യിൽ ഒരു കത്തി പിടിപ്പിച്ചു. അതുകൂടാതെ അവൻ എന്ത് ചെയ്തു, ആ ശരീരത്തോട് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത വിധത്തിൽ വലിയൊരു അതിക്രമവും അതിനകത്ത് കാണിച്ചു വെച്ചു എന്നാണ് നമ്മൾക്ക് പുറത്തോട്ട് വരുന്ന റിപ്പോർട്ട്. എന്ന് വെച്ചാൽ മരണപ്പെട്ട ആ സ്ത്രീയോട് മരിച്ചു കഴിഞ്ഞിട്ടും അവൻ കൊന്നു കളഞ്ഞിട്ടും കൂടെ അവൻ്റെ പക തീരുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ റീസൺസ് ഔദ്യോഗികമായൊരു റീസൺ പുറത്തോട്ട് വന്നിട്ടില്ല. എന്നാൽ അവരുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നതിൻ്റെ കാരണം, ഇവൻ പല സുഹൃത്തുക്കൾക്കും മെസ്സേജ് അയച്ചിരുന്നു, അവളെ ഞാൻ കൊല്ലുമെന്ന്. അതുകൂടാതെ ഈ സ്ത്രീയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ വരുമല്ലേ, എന്തിനാണ് ഇവർ അതിൽ തന്നെ വീണ്ടും കടിച്ചു തൂങ്ങിക്കിടന്നത്? ഇവൻ അവളെ അഡ്ജസ്റ്റ് ആകുന്നില്ല എങ്കിൽ, അവൾക്ക് അവനെ അഡ്ജസ്റ്റ് ആകുന്നില്ല എങ്കിൽ, അവർക്ക് അതിൽ നിന്നും ഊരിപ്പോരുവാനുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ. അവരെന്തുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തിയില്ല എന്ന് അനേകർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുൻപേ, ഈ സ്ത്രീയും പുരുഷനും ഇവർ രണ്ടുപേരും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓക്കെ, എന്തോ ദൈവത്തിൻ്റെ കൃപയാൽ രണ്ട് കുഞ്ഞുങ്ങൾ എന്തായാലും ആ സ്ത്രീയുടെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ഇവർ കൊലപ്പെടുത്തിയില്ല എന്നുള്ളൊരു, അങ്ങനെയെങ്കിലും നമ്മൾക്കൊന്ന് ആശ്വസിക്കുവാനായിട്ട് കഴിയും അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നമ്മളുടെ ക്രിസ്ത്യൻ സമുദായത്തിൽ, അത് പെന്തക്കോസ്തിലാകട്ടെ, കത്തോലിക്കിലാകട്ടെ, ഏത് ക്രിസ്ത്യൻ ഇതര വിഭാഗങ്ങളിലാകട്ടെ, നമ്മൾ എന്താണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല, ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. ഒരു വിധത്തിലും ഡിവോഴ്സിനെ നമ്മൾ എന്താണ് പ്രോത്സാഹിപ്പിക്കാറില്ല. അതിന് എന്ത് റീസൺ ആണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലേ? അത് ഒരു കണക്കിന് അത് ശരിയാണ്. പക്ഷേ മറുഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇതുപോലെയുള്ള ദാരുണ സംഭവങ്ങൾക്ക് അത് ഇടയാകും എന്നുള്ളൊരു യാഥാർത്ഥ്യവും നമ്മൾ മറന്നു പോകരുത്. വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? ഡിവോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഭാര്യയ്ക്ക് ഒരു ഭാര്യയും ഒരു ഭർത്താവുമായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പൗലോസ് എഴുതിയ ലേഖനങ്ങളിലും ഇതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതൊക്കെ സത്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു യേശുക്രിസ്തുവിൻ്റെ ആ ഒരു പുതിയ നിയമം എഴുതുന്ന സമയത്ത് എന്താണ്, ആ സമയത്ത് നമ്മുടെ യഹൂദന്മാരുടെ ഇടയിൽ ഒന്നിലധികം ഭാര്യമാരും വെപ്പാട്ടികളുമൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു അല്ലേ? നമ്മുടെ വിശുദ്ധ ബൈബിളിൽ എടുത്താലും അബ്രാഹാം തൊട്ടിങ്ങോട്ട് യാക്കോബിനെയൊക്കെ എടുത്തു നോക്കിയാൽ എന്താണ്, അവർക്കൊക്കെ ഒന്നിലധികം ഭാര്യമാരും വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി ദാവീദ് രാജാവിൻ്റെ, ശലോമോൻ രാജാവിൻ്റെ ഒക്കെ കഥ എടുത്തു നോക്കിയാൽ എന്താണ്, അവർക്കൊക്കെ ഭാര്യമാരും വെപ്പാട്ടിമാരും ഒക്കെ അതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു അതിനെയൊക്കെ ഒന്ന് ഖണ്ഡിക്കുകയായിരുന്നിരിക്കണം യേശുക്രിസ്തു അവിടെ ചെയ്തത്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു വിശുദ്ധമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അവിടെ ഇങ്ങനെ ചുമ്മാ നമ്മൾക്ക് തോന്നുന്നവരുടെ അടുത്ത് പോയി മക്കളുണ്ടാക്കേണ്ട ഒരു പരിപാടിയല്ല, ഒരു പ്രോസസ്സ് അല്ല അത് എന്നുള്ളത് ദൈവം ഒന്ന് പഠിപ്പിച്ച് തന്നതായിരിക്കണം ആ വിശുദ്ധ ബൈബിളിലൂടെ എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്, ഒരു ഭർത്താവിന് ഒരു ഭാര്യ അല്ലേ? അത് തന്നെയാണ് എപ്പോഴും നല്ലത്. ആ ഒരു കുടുംബത്തിൻ്റെ ഐക്യതയും കുടുംബത്തിൻ്റെ അടിത്തറയും എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. അല്ലെങ്കിൽ മക്കൾക്കല്ലേ അവരുടെ അവസ്ഥ ആകെപ്പാടെ ആയിപ്പോകുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ അതിലും ഒക്കെ കുറേ കൂടി കടന്നിട്ടാണ് എന്താണ് നമ്മളുടെ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഇതിനെ കാണുന്നത്. അതായത് ഡിവോഴ്സ് എന്ന് പറയുന്നതും ഒരു വിധത്തിലും അവർ അംഗീകരിക്കത്തില്ല. എന്ന് വെച്ചാൽ ഡിവോഴ്സ് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ ഏതാണ്ട് വലിയ കൊലപാതക കുറ്റം ചെയ്ത വ്യക്തികളായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. അവരെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുവാൻ തയ്യാറല്ല. അവരെ നമ്മൾ ഏതാണ്ട് ശാപം പിടിച്ചവർ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുഴപ്പമുള്ളവരെന്നൊക്കെയാണ് നമ്മൾ അവരെ കാണാറുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ അവർ എത്ര വിഷയം വന്നാലും അങ്ങ് കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. അവരായിരിക്കുന്ന ഒരു ബന്ധനത്തിൽ നിന്ന് പുറത്ത് കിടക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അവർക്ക് സമൂഹത്തെ ഭയമാണ്, സഭകളെ ഭയമാണ്. അതുകൊണ്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ കൂടെ അവരതിനകത്ത് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ കുറച്ച് എക്സാമ്പിളുകളാണ് നമ്മൾക്ക് പുറത്തോട്ട് വന്നിരിക്കുന്നത്. ഷൈനി 2 കുഞ്ഞുങ്ങളുമായിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്തത്, അതുകൂടാതെ ജിസ്മോൾ 2 കുഞ്ഞുങ്ങളുമായിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്തത്, ഇനി അതുകൂടാതെ
കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ ദേണ്ട ഇപ്പോൾ കുവൈറ്റിൽ നിന്നും ഈ ഒരു റിപ്പോർട്ടും കൂടെ പുറത്തു വന്നിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കുറച്ചൊക്കെ ഒരു മനുഷ്യത്വവും മാനുഷിക പരിഗണനയും ഒക്കെ നമ്മൾ അവരോട് കാണിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ഈ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയെ, ഈ കുവൈറ്റിലുള്ള ഈ ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം എന്താ കാര്യമെന്ന് വെച്ചാൽ ആ പയ്യന്, അതായത് ആ ഭർത്താവിന് ഭയങ്കര സംശയരോഗമായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ പിന്നിലെ ചരിത്രം പറയുന്നുണ്ട്. ഇവർ മുംബൈയിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവരാണ്. എന്ന് വെച്ചാൽ ഈ പുരുഷൻ ഇവൻ ജനറൽ നേഴ്സായിരുന്നു, ഈ പുള്ളിക്കാരത്തി BSc നേഴ്സായിരുന്നു. എന്നിട്ട് അവർ മുംബൈയിൽ വെച്ചിട്ട് അവർ പരിചയപ്പെടുകയും അതിനുശേഷം ഈ ജനറൽ നേഴ്സിങ്ങിൻ്റെ അതിനുള്ള സ്കോപ്പുകൾ കുറവായതുകൊണ്ട് എന്താണ് ഇവൾ ഒരു തീരുമാനമെടുത്തു, ഇവനോട് പോയിട്ട് പോസ്റ്റ് BSc പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ കയ്യിൽ പൈസയുമില്ല, ഒന്നുമില്ല, അതിങ്ങനെ തെണ്ടി തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇവൾ എന്ത് ചെയ്തു, ഇവളുടെ കരത്തിൽ നിന്ന് പൈസ എടുത്തു കൊടുത്ത് അവനെ പോസ്റ്റ് BSc പഠിപ്പിച്ചു. അതിനുശേഷം ഇവൾ തന്നെ എഫേർട്ട് എടുത്ത് ഇവൾ കുവൈറ്റിലോട്ട് ഇവൾ പോയി. അതിനുശേഷം ഇവനെയും കൊണ്ടുപോയി. വീണ്ടും അതുപോലെ തന്നെ അവർക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം ഇവർ വീണ്ടും ന്യൂസിലാൻഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കുറേ പേര് ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞു, അല്ല, അവർ ന്യൂസിലാൻഡിലോട്ടായിരുന്നു. അതാണ് ലേറ്റസ്റ്റ് വരുന്ന റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ന്യൂസിലാൻഡിലോട്ട് ഇവർ മൈഗ്രേറ്റ് ചെയ്യുവാനുള്ള പരിപാടികളൊക്കെ നടത്തി. അതിലവർ സക്സസ് ആയി എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. അവരുടെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് അവർക്കിനി അങ്ങോട്ട് പോയാൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ദാരുണ സംഭവം അവിടെ അരങ്ങേറിയതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി ഭർത്താവിനെ കുറിച്ച് പറയുന്നത്, ഇവൻ ഭയങ്കര സംശയരോഗിയായിരുന്നു. നമ്മൾക്കറിയാം, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം ഇവൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇരുന്നിടത്ത് നിന്നും ഇവളുടെ പൈസ എടുത്ത് ഇവനെ പഠിപ്പിച്ചു. ഇവനെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാനുള്ള ചാൻസുകളൊക്കെ ഇവളാണ് ഒരുക്കിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇവൻ എന്താകും, ഇവൻ്റെ ഉള്ളിൽ ഒരു ഈഗോ മുളയെടുക്കുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൂടാതെ ഒരു സുപ്പീരിറ്റി കോംപ്ലക്സ് ഇവൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഒരു അടിച്ചമർത്തൽ മനോഭാവം തീർച്ചയായിട്ടും ഇവൻ പുറത്തെടുക്കുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നപ്പോൾ ഇവളും ചിലപ്പോൾ അതിനെ പ്രതികരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ തർക്കമുണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ഇവളും അതിനെ പ്രതികരിച്ചിട്ടുണ്ടാകും. അങ്ങനെ അതൊരു വലിയ കോപമായിട്ട് രൂപപ്പെടുകയും അവസാനം അത് കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തുവെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, ഈ സംശയരോഗമെന്ന് പറയുന്നത് നമ്മൾ കൗൺസിലിംഗ് കൊണ്ട് മാറ്റിയെടുക്കുവാൻ പറ്റുന്നതല്ല. അതല്ല എങ്കിൽ എന്താണ്, ഏതെങ്കിലും ചർച്ചകളിൽ പോയിട്ട് ഏതെങ്കിലും റീട്രീറ്റിൽ പോയിട്ട് സുഖപ്പെടുത്തുവാനും കഴിയത്തില്ല. കാരണം എന്താണ്, നമ്മുടെ വിശുദ്ധ ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, യേശുക്രിസ്തു ഓരോ മനുഷ്യനെ സൗഖ്യമാക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സൗഖ്യമാക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവർക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞവരെയൊക്കെയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്, സൗഖ്യപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ആത്മീയത്തിൽ പ്രാർത്ഥന കൊണ്ട് പോലും ഒരു വ്യക്തിക്ക് സൗഖ്യം വരണമെങ്കിൽ എന്താണ്, ആ വ്യക്തി വിശ്വസിക്കണം അല്ലേ. ആ വ്യക്തി വിശ്വസിച്ചിട്ട് ആ വ്യക്തിക്ക് മനസ്സുണ്ടാകണം, ഞാൻ രോഗിയാണ് എന്നും എനിക്ക് സൗഖ്യമുണ്ടാകണമെന്നും ആ വ്യക്തിക്കൊരു ധാരണ ഉണ്ടാകണം. എങ്കിലേ അവിടെ എന്ത് സംഭവിക്കത്തുള്ളൂ, അവിടെ ഒരു സൗഖ്യം നടക്കത്തുള്ളൂ എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ആത്മീയമായ രീതിയിലും ഇങ്ങനെയുള്ളവർക്ക്, ഈ മാനസിക രോഗികൾക്ക് ഒരു സൗഖ്യം എന്ന് പറയുന്നത് ഒത്തിരി അകലെയാണ്. അല്ലെങ്കിൽ അവരെന്താണ്, അവർ അംഗീകരിക്കണം, എനിക്ക് ഇന്ന അസുഖമുണ്ട് എന്നും എനിക്ക് അതിൽ നിന്ന് പുറത്തു വരണമെന്നും അവർ തീരുമാനമെടുക്കണം. അത് തീരുമാനമെടുക്കാത്തിടത്തോളം കാലം ആത്മീയമായ പ്രാർത്ഥനകൾ കൊണ്ട് അതിനകത്ത് ഒരു ഉത്തരമുണ്ടാകത്തില്ല. ഇനി മറുഭാഗത്ത് ഇവരെ ഹോസ്പിറ്റലിൽ ചികിത്സിപ്പിക്കാൻ കൊണ്ടുപോയാൽ പോലും ഇവരറിയാതെ വേണം ഇവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ. അങ്ങനെയുള്ളത് എത്രമാത്രം സാധ്യമാകുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ഇവരൊരിക്കലും ഇവർ രോഗിയാണ് എന്ന് ഈ മാനസിക രോഗികളും സംശയ രോഗികളും അംഗീകരിക്കത്തില്ല. അവർ മറ്റുള്ളവരെ പഴിചാരുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതും ഒരു ഭാഗത്ത് നടക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഇതിനകത്തൊരു സൊല്യൂഷൻ? ഈ ഒരു വ്യക്തിയുടെ കൂട്ടത്തിൽ ഒരു വിധത്തിലും നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. അതല്ലെങ്കിൽ നമ്മളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്നൊക്കെ തോന്നിക്കഴിയുമ്പോൾ അതിനകത്തുനിന്ന് പുറത്തു വരുവാനുള്ള ഒരു മാനസിക ധൈര്യം ഇവർക്ക് കിട്ടണം. അത് അവർക്ക് എവിടുന്നാണ് കിട്ടേണ്ടത്? അത് നമ്മുടെ സമൂഹം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അല്ലേ. ആ ഒരു എന്താ പറയുക, ഒരു മനോഭാവത്തിലേക്ക്, ആ ഒരു ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കുവാനുള്ളൊരു സപ്പോർട്ട് സമൂഹം കൊടുക്കണം. ഒപ്പം എന്താണ്, സഭയും അവർക്ക് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സത്യമാണ്, സഭയുടെ തീരുമാനങ്ങൾ സത്യമാണ്. നമ്മൾ ഡിവോഴ്സിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിൽ എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ഒരു വിധത്തിലും ഒത്തുപോകാത്ത കേസുകൾ, ചുമ്മാ എന്നെ പിച്ചി മാന്തി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കേസുകളല്ല ഞാൻ പറയുന്നതും. ഇതുപോലെയുള്ള സീരിയസ് ആയിട്ടുള്ള മാറ്ററുകളിൽ നിന്ന് അവർക്ക് പുറത്തു കൊണ്ടുവരുവാൻ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടുന്ന സഭ സപ്പോർട്ട് കൊടുക്കണം. ഇനി ഇവർ ഡിവോഴ്സായിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ വേറൊരു വിവാഹം ഒരിക്കലും സഭ അംഗീകരിക്കത്തില്ല.
സമൂഹം അംഗീകരിക്കത്തില്ല, അല്ലെങ്കിൽ വിശ്വാസ സമൂഹം അംഗീകരിക്കത്തില്ല. അങ്ങനെയുള്ള 100 നൂലാമാലകൾ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും അഡ്ജസ്റ്റ് ആകാത്ത ബന്ധങ്ങളിൽ പോലും ആൾക്കാരിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെയൊക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ കുഞ്ഞുങ്ങളല്ലേ, അവർ അനാഥരായിപ്പോയി. മറ്റേ ഭാഗത്തോ ഷൈനിയുടെയും ജിസ്മോളുടെയും ഒക്കെ കാര്യം എടുത്താലോ, ഒന്നും അറിയാത്ത ആ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്താ പറയുക, അവരുടെ ജീവിതം അവിടെ തീരുവാനായിട്ട് ഇടയായിത്തീർന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ബലിയാടാകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവർക്ക് ആത്മീയമായ സപ്പോർട്ട് കൊടുക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഇവരോട് തന്നെ പറയുക, ഒരു കൗൺസിലിങ്ങിനൊക്കെ പോകാൻ ഇങ്ങനെയുള്ളവർ തയ്യാറാകുക. ഇങ്ങനെയുള്ളവർ തയ്യാറാകുന്നത് എപ്പോഴാണ്? സഭയും മേലാധികാരികളും വിശ്വാസികളും ഒക്കെ നമ്മൾക്കൊരു സപ്പോർട്ട് തരുമെന്നുള്ളൊരു ബോധം ഇവർക്ക് വന്നു കഴിയുമ്പോഴാണ് ഇവർക്കൊരു കൗൺസിലിങ്ങിന് പോകാനൊക്കെ തോന്നുന്നത് അല്ലേ. അപ്പോൾ ഒരു ആത്മീയ നേതൃത്വത്തിൻ്റെ അടുത്തൊക്കെ ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം മനസ്സിലാകും അല്ലേ. നമ്മൾക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്താണ് ഇത് യോജിച്ചു പോകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരിക്കലും യോജിക്കാത്ത രണ്ടെണ്ണത്തിനെ കുറേ ഉപദേശം കൊടുത്ത് വീണ്ടും നിങ്ങൾ യോജിച്ചു പോകണം എന്ന് പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് യോജിക്കത്തില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ മാന്യമായിട്ട് നിങ്ങളുടെ ഡിവോഴ്സിന് എന്താ പറയുക ഫയൽ ചെയ്യുക എന്നുള്ളൊരു ഉപദേശം സഭയോ മേലാധികാരികളോ ഒക്കെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കത് കുറച്ചും കൂടി ആശ്വാസമാകും, ഇവർക്ക് കുറച്ചും കൂടി ഒരു ധൈര്യമാകും. ഇത് പലപ്പോഴും അങ്ങനെയല്ല. നമ്മൾ ഡിവോഴ്സ് ആകുന്ന വ്യക്തികളെ നമ്മൾ ഏതാണ്ട് കുറ്റം ചെയ്യുന്നവരായിട്ടാണ് നമ്മൾ അവരെ കാണുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓക്കെ, ഇനി അവർക്ക് വേറൊരു വിവാഹത്തിൻ്റെ, അത് ചെറുപ്പക്കാരാണെങ്കിൽ പോലും അവർക്ക് വേറൊരു വിവാഹം സഭ അനുവദിക്കത്തില്ല, വിശ്വാസികൾ അംഗീകരിക്കത്തുമില്ല. അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഇവരുടെ മുൻപിലുണ്ട്. ഇവർ ഒത്തിരി വെല്ലുവിളികളാണ് ഇതിനകത്ത് നേരിടുന്നത്. 95% ഇങ്ങനെയുള്ള സൈക്കോകളുടെ കൂട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയാണ് പതിവ്. എന്നാൽ അതിനകത്തുനിന്നൊരു 5% പുറത്തു വരും. ആ പുറത്തു വന്നിരിക്കുന്ന ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ഭയാനകമാണ്. കാരണം അവരെ എന്താണ്, സമൂഹം മാറ്റി നിർത്തും, സഭ മാറ്റി നിർത്തും. അപ്പോൾ ഇതെല്ലാം അവർക്ക് എന്താണ്, ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നവരങ്ങ് കുടുങ്ങിക്കിടക്കുവാൻ തന്നെ നിർബന്ധിതരാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, ഇനി അടുത്തത് ഞാൻ വേറൊരു സംഭവം പറയാം കേട്ടോ. എനിക്കറിയാവുന്ന ഒരു പാസ്റ്ററുണ്ട്. ആ പാസ്റ്ററുടെ മകൻ ഇതുപോലെ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒത്തിരി പാസ്റ്റർമാരുടെ മക്കളൊക്കെ ഡിവോഴ്സ് ആകുന്നുണ്ട്, ഒത്തിരി പാസ്റ്റർമാർ ഡിവോഴ്സ് ആകുന്നുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾക്കറിയാം ഒരു അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രസംഗകൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വർഷിപ്പ് ലീഡറിൻ്റെയോ ഗിറ്റാറിസ്റ്റിൻ്റെയോ ആരുടെയോ ഒരാളുടെ കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ദേവദാസിന് പിന്നെ നല്ല ബോധമുണ്ടായിരുന്നതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, പുള്ളി ആ പെണ്ണങ്ങ് പോയ വഴി അങ്ങ് പോയി. ഈ പുള്ളി വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഇന്നും മിനിസ്ട്രിയിൽ അദ്ദേഹം നന്നായിട്ട് ശോഭിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ എന്താണ്, ഇന്ന് പാരമ്പര്യ സഭകളൊക്കെ അദ്ദേഹത്തെ ഇന്ന് കൺവെൻഷനുകൾക്ക് വേണ്ടി വിളിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ, അദ്ദേഹമൊക്കെ വന്നാലേ ഇന്ന് ആൾ കൂടത്തുള്ളൂ എന്നുള്ള സിറ്റുവേഷനിൽ എത്തിയിരിക്കുകയാണ്. കാരണം പഴയ ആൾക്കാരൊക്കെ ഇപ്പോഴും ദാവീദിനെയും ഗോലിയാത്തിനെയും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ആൾക്കാർ ദൈവത്തിൽ നിന്ന് പുതിയ അരുളപ്പാടുകൾ സ്വീകരിച്ച് ജനത്തിന് വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ജനത്തെ പിടിച്ചിരുത്തുവാൻ ഇന്ന് ഇവർക്കൊക്കെ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് ആ ദേവദാസനെ ഇന്ന് കുറേ പേരൊക്കെ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് കുറേ പേര് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ കല്ലെറിയുന്നുമുണ്ട് എന്നുള്ളതൊരു വാസ്തവമായ കാര്യമാണ്. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ദേവദാസൻ്റെ മകൻ ഡിവോഴ്സായ കഥയാണ്. അപ്പോൾ അത് ഡിവോഴ്സായ സമയത്ത് എന്താണെന്ന് അറിയാമോ, അവർ ഒരു നിസ്സാര വിഷയമാണ്. ഈ പയ്യൻ്റെ വീട്ടുകാർ, ആ പാസ്റ്ററും കുടുംബവും ആകുന്നത്ര പരിശ്രമിച്ചു ഇവരുടെ വിവാഹ ജീവിതം ഒന്നും കൂടി അത് റീജോയിൻ ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ പെണ്ണിൻ്റെ വീട്ടുകാരും ഒരു കാരണവശാലും അടുക്കുന്നില്ല. കാരണം ആ പെണ്ണ് ഒരു മോളാണ്, അത് അവർക്ക് ഇട്ടുമൂടാൻ ഇഷ്ടം പോലെ സ്വത്തും. അതുകൊണ്ട് ഈ സ്വത്തിന് അപ്പുറം വേറെ സ്വത്തുണ്ടെങ്കിൽ എന്തും നേടാമെന്നുള്ള ഒരു മനോഭാവം. അപ്പോൾ അതുകൊണ്ട് ഇവർ ഒരു വിധത്തിലും ഈ ഒരു വിവാഹ ജീവിതം അഡ്ജസ്റ്റ് ആകുവാനായിട്ട് ഇവർ ശ്രമിക്കുന്നില്ല. കാരണം നിസ്സാര വിഷയമാണ്. കാരണം ഇത്രയേ ഉള്ളൂ, എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കിടപ്പറയിലെ ചില പൊരുത്തക്കേടുകൾ, കിടപ്പറയിൽ ഉണ്ടായ ചില പൊരുത്തക്കേടുകളാണ് ഇവരുടെ ഡിവോഴ്സിന് കാരണമായത്. അവസാനം ഈ പയ്യൻ്റെ വീട്ടുകാർ എത്ര ശ്രമിച്ചിട്ടും ഈ പെണ്ണിൻ്റെ വീട്ടുകാർ അഡ്ജസ്റ്റ് ആകുന്നില്ല. അവസാനം അവർ ഡിവോഴ്സായി എന്ന് മാത്രമല്ല, ഡിവോഴ്സായി കഴിഞ്ഞിട്ട് ഈ പയ്യൻ്റെ ജീവിതം തന്നെ തകർക്കുന്ന വിധത്തിൽ അപവാദ പ്രചരണങ്ങൾ പരത്തി. എന്ന് വെച്ചാൽ ആ പയ്യൻ ശിഖണ്ഡിയാണ് എന്നുവരെ ഇവരിങ്ങനെ എന്താ പറയുക മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെ കുറച്ച് പ്രചാരണങ്ങളൊക്കെ നടത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. എനിക്ക് തോന്നുന്നു കോടതിയിലൊക്കെ അവർ അങ്ങനെയൊക്കെ ആയിരിക്കും വാദിച്ചിരിക്കുന്നത്. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. കുറേ നാൾ വരെ ഒന്നിച്ച് ജീവിച്ചതാണ്, എന്നിട്ടാണ് ഈ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയുമ്പോൾ എന്തായാലും ഡിവോഴ്സായി ഈ പെണ്ണ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പയ്യൻ ഏതാണ്ട് 30-32 വയസ്സ് എങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും ഉണ്ടായിരുന്ന ആ വ്യക്തി പിന്നെ ജീവിതകാലം മുഴുവൻ പിന്നെ കല്യാണം കഴിക്കാതെ നിൽക്കണം.
കല്യാണം കഴിക്കാതെ നിന്നില്ല. ആ പയ്യൻ പോയിട്ട് വേറെ കല്യാണം കഴിച്ചു. അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആ പയ്യൻ്റെ ജീവിതം ഇനിയും മുൻപോട്ട് കിടക്കുകയാണ് അല്ലേ. ഇനി ഒരു വിവാഹമില്ലാതെ, ഒരു തലമുറയില്ലാതെ അദ്ദേഹം ഇങ്ങനെ ആർക്ക് വേണ്ടി പിന്നെ നിൽക്കണം അല്ലേ. അദ്ദേഹം വേറെ കല്യാണം കഴിച്ചു. അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. രണ്ടാമത് ഇവർ പറഞ്ഞ് പരത്തിയ പ്രചാരണം എന്തായിരുന്നു? ഈ പയ്യൻ ശിഖണ്ഡിയാണ് എന്ന് പറഞ്ഞു. ഏതെങ്കിലും ആണുങ്ങൾ അത് സഹിക്കുമോ അല്ലേ? അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ഐഡൻറ്റിറ്റിയെ തന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ പയ്യന് വേറൊരു കല്യാണം കഴിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല. അതുകൊണ്ട് അവർ വേറെ കല്യാണം കഴിച്ചു. വേറെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ സന്തോഷമായിട്ട്, എനിക്ക് തോന്നുന്നു 3-4 വർഷമെങ്ങാണ്ടായി, 3 വർഷമാണെന്ന് തോന്നുന്നു, അവരിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ആ പെൺകൊച്ചിന് ഒരു പ്രശ്നവുമില്ല കേട്ടോ. അവരുടെ കിടപ്പറയിലും പ്രോബ്ലമില്ല, ഒന്നുമില്ല. കാരണം അത് നമ്മൾക്ക് അവരുടെ ജീവിതം കാണുമ്പോൾ അറിയാം. ആ പെണ്ണിൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓക്കെ, അവർ നല്ല സുന്ദരമായിട്ട് പോകുന്നു. നല്ല ആത്മീയമായ ഒരു പെൺകുട്ടിയാണ് രണ്ടാമത് കല്യാണം കഴിച്ചത്. അപ്പോൾ എല്ലാ വിധത്തിലും അവർ സന്തോഷമായിട്ട് പോകുന്നു. പക്ഷേ ആ മകൻ ഒരു പാസ്റ്ററുടെ മകനാണ്. അതുമല്ല, ആ മകൻ്റെ മേൽ ഒത്തിരി വലിയ കോളിങ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ദൈവവേല ചെയ്യാനുള്ള കോളിങ്സ് ഒക്കെ ആ മകൻ്റെ മേലുണ്ട്. പക്ഷേ ഈ സഭാ നേതൃത്വം ആ പുള്ളിക്ക് ഓർഡിനേഷൻ കൊടുക്കത്തില്ല. കാരണം എന്താ? ആ പുള്ളി വേറെ വിവാഹം കഴിച്ചു, ഡിവോഴ്സായി വിവാഹം കഴിച്ചു. അതിൻ്റെ പേരിൽ അവരെന്താണ്, വേറെ ഓർഡിനേഷൻ കൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ തെറ്റാരുടെ ഭാഗത്താ? ആ പെൺകുട്ടിക്ക് കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ആകാമായിരുന്നു. പക്ഷേ അവൾ അഡ്ജസ്റ്റ് ആകാതെ അവൾ പോയി. അവൾ മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ച് കാണും. എന്തായാലും അങ്ങനെ ആ ഒരു ജീവിതത്തിൻ്റെ ഭാഗത്ത്, ഈ പയ്യൻ്റെ ഭാഗത്തല്ല തെറ്റ്. എന്നിട്ടും കൂടെ അവിടെ എന്താണ്, ഈ സഭ കൊടുക്കത്തില്ല. ആ പയ്യൻ എന്താണ്, അവരൊരു ഓർഡിനേഷൻ കൊടുക്കത്തില്ല. എന്നാൽ മറുഭാഗത്ത് വേറൊരു കഥയും കൂടെ ഞാൻ പറയാം. എന്താണെന്നറിയാം, നമ്മുടെ കേരളത്തിൻ്റെ വെളിയിലൊരു, നമ്മൾക്കൊക്കെ കുറേ പേര് അല്ലേ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ചർച്ചയായതാണ്. ഒരു ദേവദാസൻ്റെ ഭാര്യ, ഒരു അറിയപ്പെടുന്ന വലിയ ദേവദാസൻ്റെ ഭാര്യ അസോസിയേറ്റ് പാസ്റ്ററുടെ കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു വന്നിട്ട് ഈ ദേവദാസൻ എന്ത് ചെയ്തു? ഈ ദേവദാസൻ അവളെ സ്വീകരിച്ചു എന്ന് നമ്മൾക്ക് മനസ്സിലായ കാര്യമാണ്. എന്നിട്ട് ഇവർ സഭയുടെ മുൻപിൽ സോറിയൊക്കെ പറഞ്ഞ് ഇവർ വീണ്ടും ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് തുടങ്ങി. ഓക്കെ, ഫൈൻ, അദ്ദേഹത്തിന് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ആ ഒരു തീരുമാനം എടുക്കുവാൻ പ്രേരിപ്പിച്ചതിൻ്റെ മെയിൻ ഘടകം എന്താണ്? ഈ സമൂഹത്തിന് മുൻപിൽ അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യണം അല്ലേ. സഭാ നേതൃത്വങ്ങളുടെ മുൻപിൽ അദ്ദേഹത്തിന് ഒരു മിനിസ്ട്രി അദ്ദേഹത്തിന് തുടർന്നു കൊണ്ട് പോകണമെങ്കിൽ ഈ പെണ്ണുമായിട്ട് ഒത്തുപോകാതെ അദ്ദേഹത്തിന് വേറെ നിർവാഹമില്ല. നമ്മുടെ ബൈബിളിനകത്ത് അത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വേറൊരുത്തൻ്റെ കൂട്ടത്തിൽ പോയവളെ വീണ്ടും തിരിച്ച് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവളെ ഉപേക്ഷിച്ചോളാൻ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. പക്ഷേ ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് വീണ്ടും അതിന് തയ്യാറായത്? എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ്റെ മിനിസ്ട്രി ചെയ്യണം, ആ മനുഷ്യന് ദൈവത്തിന് വേണ്ടി വേല ചെയ്യണം. പക്ഷേ ആ സ്ത്രീനെ ഉപേക്ഷിച്ച് വേറൊരാളെ വിവാഹം കഴിക്കാൻ പോയാൽ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി തകരും, അദ്ദേഹത്തിന് ഒത്തിരി കല്ലേറുകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് അല്ലേ. ഇനി ആ ഒരു തീരുമാനമെടുത്തു, ഓക്കെ ഫൈൻ, നമ്മൾക്കതിന് നല്ലത് പറയാം, നല്ലതൊക്കെ നമ്മൾക്ക് പറയാം. പക്ഷേ ഒരു വിഭാഗം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറുവിഭാഗം വീണ്ടും അദ്ദേഹത്തെ കല്ലെറിയാനുണ്ടാകും. അത് അവിടെ തന്നെ നമ്മൾ കണ്ടതാണല്ലേ. ഒരു കൺവെൻഷന് വിളിച്ചപ്പോൾ വേറൊരു ദേവദാസൻ ഇദ്ദേഹത്തിനെ ഒന്ന് കളിയാക്കിയിട്ടാണ് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് നമ്മൾ കണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ പുള്ളി ഇനി ഈ ഒരു നാണക്കേട് ജീവിതകാലം മുഴുവൻ ചുമന്നുകൊണ്ട് നടക്കണം. അതെന്തുകൊണ്ടാണ് അദ്ദേഹം അതിന് നിർബന്ധിതമായത്? നമ്മളുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അല്ലേ, നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു ഒരു പ്രശ്നം അദ്ദേഹം വീണ്ടും എടുത്ത് തലയിൽ വെക്കേണ്ട ഒരു ഗതികേട് വന്നത് അല്ലേ. അവൾ ഇനി നാളെ വേറൊരുത്തൻ്റെ കൂട്ടത്തിൽ പോകുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരിക്കൽ ചാടിപ്പോയതാണ്. അപ്പോൾ ഇനിയും പോകത്തില്ല എന്ന് നമ്മൾക്ക് പറയാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ, നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കുറേയൊക്കെ ഒന്ന് മാറേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരോട് നമ്മൾ കുറച്ചൊക്കെ ഒരു സഹാനുഭൂതി നമ്മൾ കാണിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം. ഇനി മിനിസ്ട്രി ചെയ്യുന്ന ദേവദാസന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദേവദാസിമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ചില കുരുക്കുകളിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് അതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ, പുറത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ മിനിസ്ട്രി അതോടെ തീർന്നു. എന്നാൽ മറുഭാഗത്ത് നമ്മൾ വേറൊരു കാര്യം നോക്കണം കേട്ടോ. ഇന്ന് വ്യഭിചരിച്ചവനും എന്താണ് പാസ്റ്ററായിട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ ആത്മീയത്തിൻ്റെ തലപ്പത്തിരിക്കുന്നുണ്ട്. അവന് എന്താണ് സമൂഹത്തിൻ്റെ മുൻപിൽ ഒരു ഭാര്യ വീട്ടിലുള്ളൂ, പുറത്ത് അനേകം ഭാര്യമാർ വേറെയുണ്ട്. പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല. ഇനി എന്താണ് അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്നവനും, പിന്നെന്താണ് കൃപയില്ലാത്തവനും, കൃപയിൽ നിന്ന് വീണവനും, പിന്നെന്താണ് നമ്മുടെ ആരും അറിയാതെ പോയിട്ട് വ്യഭിചാരം ചെയ്യുന്നവനും എല്ലാം ഇന്ന് അവർക്കൊക്കെ ഓർഡിനേഷനുണ്ട്. അവരൊക്കെ ഇന്ന് പാസ്റ്റർമാരാണ്. പക്ഷേ ഒരു വ്യക്തി തൻ്റേതല്ലാത്ത കാരണത്താൽ ഡിവോഴ്സായി എന്നതിൻ്റെ പേരിൽ അവർക്ക് ഓർഡിനേഷൻ ഈ ജന്മത്ത് കൊടുക്കത്തില്ല കേട്ടോ. എന്നിട്ട് ഈ കൊടുക്കാതിരിക്കുന്ന വ്യക്തികളൊക്കെ തന്നെ അവരുടെയൊക്കെ കുടുംബജീവിതം എടുത്ത് നോക്കണം. ഈ കഴിഞ്ഞ ഇടയ്ക്കൽ കുറച്ച് നമ്മുടെ കൊറോണയുടെയൊക്കെ സമയത്തുണ്ടായൊരു സംഭവമാണ്.
ഒരറിയപ്പെടുന്ന ഒരു ദേവദാസൻ, ആ ദേവദാസൻ്റെ വീട്ടിലൊരു വേലക്കാരത്തി ഉണ്ടായിരുന്നു. ഒരു വേലക്കാരത്തി വന്ന സമയത്ത് ഈ ഈ പുള്ളിക്കാരൻ്റെ വൈഫ് പ്രാർത്ഥിക്കുവാനായിട്ട് മാളിക മുറിയിലോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അച്ചായൻ എന്ത് ചെയ്തു, അച്ചായൻ എന്ത് ചെയ്തു, അച്ചായൻ കുറച്ച് പൈസ എടുത്ത് വേലക്കാരിക്കിട്ടങ്ങ് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഈ അച്ചായൻ്റെ ഒരു ആഗ്രഹത്തിനങ്ങ് കൂട്ടു നിൽക്കണമെന്ന് പറഞ്ഞു. അച്ചായൻ്റെ കൂട്ടത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വേലക്കാരത്തി അതിനെ സമ്മതിച്ചില്ല എന്നാണ് ഞങ്ങൾക്കൊക്കെ കിട്ടിയ റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ അച്ചായൻ പറഞ്ഞ കാര്യം, അവൾ 24 മണിക്കൂറും പ്രാർത്ഥനയുമായിട്ട് മാളിക മുറിയില്ല, എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നടക്കണ്ടേ എന്നാണ് ഈ അച്ചായൻ പറഞ്ഞതെന്ന് പറഞ്ഞു. നോക്ക്, ആ പുള്ളിയും ഇന്നും പാസ്റ്ററാണ് കേട്ടോ. അതുപോലെ ഒരുപാട് എന്താ നമ്മൾക്കറിയാം, ഇന്ന് കടിപിടി കൂടി നടക്കുന്നവൻ, അടിയും കുത്തും വഴക്കുമുണ്ടാക്കി നടക്കുന്നവൻ, അധികാരത്തിന് വേണ്ടി വടംവലി കൂടുന്നവൻ, ഇവനൊക്കെ ഇന്ന് പാസ്റ്ററാണ്. പക്ഷേ ഒരു വ്യക്തി തൻ്റേതല്ലാത്ത കാരണത്താൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാര്യ വേറൊരുത്തൻ്റെ കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയി കഴിഞ്ഞ ഒരു പാസ്റ്റർ വേറൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ അംഗീകരിക്കാൻ ഇന്ന് ഈ ആത്മീയ നേതൃത്വങ്ങൾക്ക് പറ്റത്തില്ല. അല്ലാത്തവന്മാരൊക്കെ ഭാര്യ ഒന്നേ ഉള്ളൂ, പക്ഷേ പുറത്ത് അനേകം ഭാര്യമാരും അനേകം ശാലകളിൽ ഇവർ കയറി നടക്കുകയും ചെയ്യുന്നു. പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടില്ല ശുശ്രൂഷ ചെയ്യുവാൻ. എന്നാൽ ഈ പാവം പിടിച്ചവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. ഈ ഒരു കാഴ്ചപ്പാടൊക്കെ നമ്മൾ മാറണം കേട്ടോ. എന്ന് വെച്ചാൽ 2-3 ഡിവോഴ്സായിട്ട് നടക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. തൻ്റേതല്ലാത്ത കാരണത്താൽ ഒരു ഡിവോഴ്സൊക്കെ കഴിഞ്ഞവളെയും ഒക്കെ ഒന്ന് അംഗീകരിക്കാൻ നമ്മളൊന്ന് തയ്യാറാകുക തന്നെ വേണം കേട്ടോ. അവർക്ക് മിനിസ്ട്രി ചെയ്യാനുള്ള ആഗ്രഹം അവർക്കും ഉണ്ടാകും, അവർക്ക് ദൈവത്തോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. അതിൻ്റെ കണക്ക് പുസ്തകങ്ങളൊക്കെ ദൈവം തീരുമാനിച്ചോലൂ എന്നേ. നമ്മൾ എന്നിട്ട് പറയുമല്ലോ, നമ്മൾ ആരെങ്കിലും ഇപ്പോൾ ഒരു വീഡിയോയിൽ കൂടി എന്തെങ്കിലും ചില പുഴുക്കുത്തുകളൊക്കെ ഒന്ന് പുറത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും കുറേ കുഞ്ഞാടുകൾ ഇങ്ങോട്ട് വരും. അത് ഇങ്ങനെയുള്ളതുങ്ങളാണ് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ശാപം എന്ന് പറയുന്നത്. വന്നിട്ട് പറയും, നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കേണ്ട കേട്ടോ, അത് ദൈവം നോക്കിക്കോളും. പിന്നെ ഈ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് വിധിക്കാൻ നടക്കുന്നത് അല്ലേ? വേറൊരാൾ ഡിവോഴ്സായ ആളെ വിധിക്കാൻ ഈ പറയുന്ന ഈ അതിവിശുദ്ധന്മാരൊക്കെ മുൻപിലുണ്ടാകും. അത് വിധിയല്ല, അത് അവരുടെ ഡ്യൂട്ടിയാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള കുറേ ഈ അതിവിശുദ്ധി ചമയുന്നവന്മാരുടെയൊക്കെ സോഷ്യൽ മീഡിയകളിലും കമൻറ്റുകളുടെ രൂപത്തിലൊക്കെ അതിവിശുദ്ധി ചമയുന്നവന്മാരെയും അവളുമാരെയൊക്കെ എടുത്ത് നോക്കിക്കോ, അവരുടെ റിയൽ ലൈഫിൽ പക്ക ഫ്രോഡായിരിക്കും കേട്ടോ. പിന്നെ നമ്മളെയൊക്കെ പോലെ ഉള്ളതൊക്കെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിങ്ങനെ മര്യാദയ്ക്ക് നടക്കുന്നവരായിരിക്കും ഇവരെ കഴിഞ്ഞൊക്കെ ഭേദം എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തൻ്റേതല്ലാത്ത കാരണത്താൽ ഒരു പ്രാവശ്യമൊക്കെ ഡിവോഴ്സ് ചെയ്തിരിക്കുന്ന ദേവദാസന്മാരാണെങ്കിലും അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് അംഗീകരിക്കാൻ, അത് ആരാണെങ്കിലും ക്രിസ്ത്യൻ സമൂഹത്തിൽ ആരാണെങ്കിലും അങ്ങനെയുള്ളവരെ ഒന്ന് അംഗീകരിക്കുവാൻ, അവരോടൊന്ന് വിളിച്ച് എന്താണ് റീസൺ എന്ന് ചോദിച്ചിട്ട് അവർക്ക് വേണ്ടുന്നൊരു സപ്പോർട്ട് കൊടുക്കുവാൻ നമ്മൾ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരും വിശ്വാസികളുമൊക്കെ തയ്യാറായി കഴിഞ്ഞാലുണ്ടല്ലോ, കുറേ പേരെയെങ്കിലുമൊക്കെ നമ്മൾക്ക് ഇങ്ങനത്തെ പെടുമരണങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് കഴിയും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ഒരിക്കലും ഞാൻ ഡിവോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളെയല്ല, അതിനോട് ഒരിക്കലും യോജിക്കുന്നയാളുമല്ല. കഴിയുന്നത്രയും ഒന്നിച്ചു പോകുവാൻ ശ്രമിക്കേണ്ടത് തന്നെയാണ്. കാരണം ദൈവം കുടുംബജീവിതത്തെ സ്ഥാപിച്ചിരിക്കുന്നത്, കുടുംബജീവിതത്തിന് ദൈവം അത്ര പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതുപോലെയുള്ള കേസുകൾ എന്ന് വെച്ചാൽ അവിഹിതത്തിന് വേണ്ടി ഓടിപ്പോകുന്നത്, അതുപോലെ മാനസിക രോഗികളെയുമൊക്കെ ജീവിതകാലം മുഴുവൻ സഹിക്കണമെന്ന് പറയുന്നതും കുറച്ച് കഷ്ടമാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വയ്ക്കുന്നുള്ളൂ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.